എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മലയിലെ വിശേഷങ്ങളാണ്. മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മല. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡിണ്ടിഗൽ നാമക്കൽ കരൂർ ഹൈവേയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. ആ മലയിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് രംഗമല എന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് കയറുന്നതിന് ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും. ആ മല കയറുന്നതിന് നല്ല ഏറ്റവും റിസ്ക് പിടിച്ച ഒരു ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിൽക്കുന്നത് ഇതാണ് രംഗമല ശ്രീ മല്ലേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഒന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് കവാടം. രംഗമലയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇവിടെ ഒരു ശിവന്റെ ലിംഗം, ഇതാണ് മെയിൻ കവാടം. ശിവന്റെ ഒരു ലിംഗം ഇവിടെ കാണാം. ചിത്രം ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതാണ് രംഗമലയുടെ പ്രവേശന കവാടം. നമുക്കിവിടെ ഒരു ചെറിയ രീതിയിൽ നമുക്കിവിടെ ഒരു അന്നദാനമുണ്ട്. അന്നദാനമൊക്കെ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് പയ്യെ ഇത് കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം അതാണ് എൻട്രൻസ്. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ കുരങ്ങുകളുടെ ചെറിയൊരു ശല്യം ഉണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് സാധനങ്ങളെല്ലാം ഇവിടെ സൂക്ഷിക്കാനായിട്ട് ചെറിയ ഒരു കബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പല്ല അവിടെ വരെ സ്റ്റെപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കല്ലുകളാണ്. ഈ കല്ലുകൾ കയറി വേണം നമുക്ക് ഏറ്റവും ടോപ്പിൽ ചെല്ലാൻ. അപ്പോൾ നമ്മുടെ ട്രെക്കിങ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പുകൾ കയറിയപ്പോൾ തന്നെ മടുത്തുപോയി, കാരണം വലിയ കല്ലുകളാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി മുകളോട്ട് നിങ്ങൾക്ക് കാണാം, ഇനി സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ രണ്ടാം പറഞ്ഞ പോലെ ഇരിക്കാതെ കയറിപ്പോയി കഴിഞ്ഞാൽ 45 മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മരങ്ങളൊക്കെ ഉണങ്ങി കരിങ്കോലമായിട്ടാണ് നിൽക്കുന്നത്. വന്നു കഴിഞ്ഞാൽ കയറുക തന്നെ, അതാണ് ആകെയുള്ള ഒരു മാർഗം. മുന്നോട്ട് നിറയെ പാറക്കല്ലുകളാണ്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വലിയ ഉരുളൻ കല്ലുകളാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് ഈ വഴി ഇതിലെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ട്രെക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഇവിടെ ചെറിയ സൈഡുകളിലൊക്കെ മുള്ളുകളൊക്കെ കിടപ്പുണ്ട്. ഈ മുള്ളുകളൊക്കെ കാലിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും. അപ്പം അതുപോലെ തന്നെ ഈ കല്ല് ഇതിൻ്റെ ചിലതിൻ്റെ അറ്റമൊക്കെ ഭയങ്കര കൂർത്തതാണ്. അപ്പം അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ട്രെക്കിംഗ് ഷൂസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഈ ഒരു ഭാഗത്ത് നല്ല തണലുണ്ട്, ഇവിടെ കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് അല്പനേരം ഇവിടെ വിശ്രമിച്ചിട്ടാകാം ഇനി മുന്നോട്ടുള്ള യാത്ര. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഇവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്പനേരം ഇവിടെ വിശ്രമിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ കയറി മലയുടെ പകുതി പോലും ആയിട്ടില്ല. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് തെങ്ങിൻ തോപ്പുകൾ, വയലുകൾ, കെട്ടിടങ്ങൾ. ഒരു മനോഹരമായിട്ടുള്ളൊരു തമിഴ്നാടിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി മല കാണുന്നതാണ്, അതിൻ്റെ 7 അയലത്തോലും നമ്മൾ എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് കയറാൻ കിടക്കുന്നു.
അങ്ങനെ നമ്മൾ ഒരു 2 മണിക്കൂർ എടുത്തു ഈ മല കയറി വരാൻ, രംഗമല കയറി വരാനായിട്ട്. അങ്ങനെ രംഗമല ഇതാണ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് രംഗമല അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ നമ്മൾ ഇരുന്നും കിടന്നും ഒക്കെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ രംഗമല അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇതാണ് രംഗമല മല്ലീശ്വരർ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് രംഗമല മല്ലീശ്വരർ കോവിൽ എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന പാറക്കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പാറക്കല്ലുകളിൽ നമ്മളൊരു കല്ലെടുത്ത് കൊട്ടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. കാരണം അങ്ങനെയൊരു ചരിത്രം ഇവിടെയുണ്ട്. ഈ പാറക്കല്ലുകളൊക്കെ മുറിച്ചിട്ടാണ് പല അമ്പലങ്ങളിലെ സപ്തസ്വരങ്ങൾ കേൾക്കുന്ന തൂണുകൾ ഒക്കെ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
3500 അടി ഉയരം കയറി രംഗമലയിലുള്ള മല്ലീശ്വരർ കോവിലും കണ്ട് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി തിരിച്ച് താഴേക്ക് ഇറങ്ങി. എന്തായാലും താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതിനേക്കാളും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ട്രെക്കിംഗ് ആണ് രംഗമല ട്രെക്കിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മഴയില്ലാത്തൊരു സമയമായതുകൊണ്ട് നല്ല ചൂട്, അതുപോലെ പാറക്കൂട്ടങ്ങൾ, അതിനിടയിലൂടെ വേണം കയറി മുകളിലേക്ക് ചെല്ലാനായിട്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ശരീരത്തിന് നല്ല വേദനയുണ്ട്. എന്തായാലും രംഗമല ട്രെക്കിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒന്നോർക്കുക, ഇത് ഒരു ഡേഞ്ചറസ് ട്രെക്കിംഗ് തന്നെയാണ്. എന്തായാലും രംഗമല ട്രെക്കിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡുമായി ഉടനെ കണ്ടുമുട്ടാം.